വെൽക്കം ബാക്ക് ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലേതുപോലെ ആകാറില്ലെന്ന് പലർക്കും പരാതിയാണ്. നല്ല കിടിലൻ ഫ്രൈഡ് റൈസ്, അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എളുപ്പത്തിലൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഇനം ബസ്മതി അരിയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അല്പം കട്ടിയായി നീളത്തിലിരിക്കുന്ന ബസ്മതിയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ലത്. അരി കഴുകി 20-30 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ നമുക്ക് സ്ട്രിപ്സായി അരിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ആവശ്യത്തിന് സോയാ സോസ്, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി, ഉപ്പ്, കുരുമുളക് പൊടി, കോൺഫ്ലോർ എന്നിവ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അല്പം തൈം കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ്, കാപ്സിക്കം, സവാള, ചെറുനാരങ്ങ എന്നിവയും അല്പം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. അരി വേവിക്കാനുള്ള വെള്ളം നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒലീവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, ഒരു ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇപ്പം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അല്പനേരം പാത്രം അടച്ചു വെച്ചതിന് ശേഷം അടപ്പ് തുറന്നു വെച്ച് അരി തിളക്കാൻ അനുവദിക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം.
സവാള ചെറുതായി ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നന്നായി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കാപ്സിക്കവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊരു വശത്തേക്ക് മാറ്റി 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ശേഷം ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. മുട്ട നന്നായി ഒന്ന് ചിക്കി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. അല്പം സോയാ സോസും റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കണം. ഈ മസാല ഇനി വേവിച്ച ബസ്മതി റൈസുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് അലങ്കരിക്കാം. ഞാനിവിടെ കുറച്ചധികം ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു പാനിലിട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി ചൂടാക്കിയിട്ടാണിത് വിളമ്പുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കിടിലൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു so much.